ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നലെ നമ്മുടെ 27-ാം രാവാണെന്ന് എല്ലാ ആൾക്കാർക്കും അറിയല്ലേ. അതിൻ്റെ കുറച്ച് വീഡിയോസുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ 27-ാം രാവായിട്ട് നമ്മുടെ വീട്ടിൽ സ്പെഷ്യലായിട്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇത് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ചോറാണ്. ഇത് നെയ്ച്ചോറാണ്. പള്ളിയിൽ തന്നെ ആളുണ്ട് വേവിക്കാനൊക്കെ ആയിട്ട്. അവരെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വരുന്നതാട്ടോ. അപ്പോൾ 27-ാം രാവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പൈസ അടച്ചിട്ട് എല്ലാ ആൾക്കാരും കൂടി ആ പള്ളിയുടെ കുടുംബാംഗങ്ങളെല്ലാവരും കൂടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയ ബിരിയാണിയുടെ ചോറാണിത്. അപ്പം നോയമ്പ് 28-ാം ദിവസമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ചിലവെന്ന് പറയുന്നത്. ഈ ചിലവ് കൂടാതെ അങ്ങനെ ഓരോരുത്തർക്കായിട്ട് പ്രത്യേക ഒരു ദിവസങ്ങളുണ്ട്. അപ്പോൾ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വർഷങ്ങളോളം കൊണ്ട് എന്നെ ഏതാണ്ട് ഞാൻ ഈ നാട്ടിലെത്തിയ കാലം മുതൽക്ക് നമ്മുടെ ചിലവ് ദിവസമാണ് നോയമ്പ് 28. ആ ഒരു ദിവസമാണ് നമ്മുടെ ഇക്കുൻ്റെ വാപ്പ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളത്തെ പള്ളിച്ചിലവ് ഞങ്ങൾക്കുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നെയ്ച്ചോറിൻ്റെ കൂട്ടത്തിൽ അവർ തന്നിരിക്കുന്നത് ബീഫ് കറിയാണ്. ബീഫ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അതും കൂടി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബീഫ് കറി എനിക്ക് എൻ്റെ കൊച്ചു മോന് കഴിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അലർജി കേട്ടോ. അപ്പം ബീഫ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാന്നേ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ വീഡിയോ കണ്ട് ഫുൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും എൻ്റെ വീഡിയോ കാണാതിരിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ബീഫൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചിക്കനാണ്. ഇത് ചിക്കൻ പരട്ടാണ്. അത് ഞാൻ ഇവിടെ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. എനിക്കും എൻ്റെ കൊച്ചുമോനും വേണ്ടിയിട്ട് ചിക്കൻ പരട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറും ബീഫ് കറിയും ചിക്കൻ പരട്ടും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓളനിമിഷം കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.